നമ്മൾ VN-ൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ആക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ നമ്മളെങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ താഴത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കുകയാണ്. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ടിത് കളയുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഗൂഗിളിൽ പോവുക. ഇൻസ്റ്റാഗ്രാമെന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിന്നുണ്ട് വീഡിയോ ഡൗൺലോഡ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഈ ഫസ്റ്റ് കിടക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷന് അത് വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ആ പേസ്റ്റ് ചെയ്തത്, നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. നമുക്കിങ്ങനെ റീഡിങ് കാണിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇത് വരും. അത് ക്ലോസ് ചെയ്ത് മാറ്റുക. എന്നിട്ട് താഴെ ഇവിടെ ഫ്രീ ഡൗൺലോഡ് കാണും. ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യണം. മുകളിൽ ഒരു ആരോ മാർക്ക് വരും, അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് ഡൗൺലോഡായി. ദസ് ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഓക്കെ, അപ്പോൾ നമ്മൾ ഗാലറി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഗാലറിയിൽ നമ്മളിത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നേരെ ഇവിടുത്തെ ഒരു ആരോ മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ താഴോട്ടുള്ള VN എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നേരെ അത് ഇതിൽ പോയി. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇച്ചിരി വീതിയിൽ നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത് വീതിയിൽ വന്നു. ഇവിടെ ശരി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിത് താക്കുകയാണ്. ഇത് വേണ്ട, നമുക്ക് ഈ സാധനം വേണ്ട, നമുക്ക് ഇച്ചിരി ഇത് താത്ത് ഇതിങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ 2 വട്ടം പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് മാറി. ഓക്കെ, ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഓക്കെ, ഇനി ഈ രണ്ടാമത്തേതിൽ ക്ലിക്ക് ചെയ്യുക. ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഫോട്ടോസിൽ കയറി പോകും. അപ്പോൾ ഇവിടെ വീഡിയോ ഓള് എല്ലാം കിടക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പം ഒരു സിംഗിളായിട്ടുള്ളൊരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിടണം. അപ്പോൾ അതിൽ നമ്മൾ ഏതിലൊരെണ്ണം ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫോട്ടോ ഇവിടെ കയറി വരും. ഓക്കെ, എന്നിട്ട് ഏതിൽ സൈഡിൽ ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ സ്ക്രോപ്പ് ഇവിടെ വന്ന് രണ്ടാമത് വന്ന് കിടക്കും. ഈ സ്ക്രോപ്പ് ഇവിടെ വന്ന് കിടക്കും. ഇവിടെ സ്ക്രോപ്പ് ഫുള്ളില്ലെങ്കിൽ ഇതിലിങ്ങോട്ട് മാറ്റിയിട്ട് ഈ സ്ക്രോപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചാൽ മതി. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ, വലത്തോട്ട് വലിക്കുമ്പോൾ ഇത് സ്ക്രോപ്പ് ഫുള്ളായിട്ട് പോകും. എന്നിട്ട് ലാസ്റ്റ് നോക്കുക. എന്നിട്ട് അധികത്തിൽ ഇത് കിടക്കുവാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മുകളിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത്രയും കറക്റ്റായിട്ട് ഇടുക. എന്നിട്ട് ഓക്കെ, അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം. ഇവിടെ വെക്കാം, എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് കാണിക്കുക. ഇത് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നേരെ ഇത് ഡയറക്റ്റ് ഇങ്ങനെ സേവിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നേരെ ഡണ്ണ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഗാലറി പോയി അത് ഓൾറെഡി. ഓക്കെ, നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗാലറിയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കണ്ടോ, ഫോട്ടോ എഡിറ്റ് ഉള്ളത് നമ്മുടെ ഗാലറി ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയിപ്പം ഇത് നമ്മൾ നേരെ പോയിട്ട് ടിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ യൂട്യൂബിലെടുക്കുക. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുക. നേരെ യൂട്യൂബിൽ പോവും. അവിടെ നിന്ന് നേരെ നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് പ്രൈവറ്റ് ആക്കി ഇടുക. വിസിബിലിറ്റി പ്രൈവറ്റ് ആക്കിയിട്ടിട്ട് അപ്ലോഡ് ചെയ്യുക.